മദ്യനയ അഴിമതി കേസ് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഓഫീസ് കെട്ടിടം വാങ്ങാനാണെന്ന് 2.5 ലക്ഷം പിരിക്കാൻ നിർദ്ദേശിച്ചതെന്ന് ബാർ ഉടമകളുടെ വാദം പൊളിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കെട്ടിടം വാങ്ങാൻ മാസങ്ങൾക്ക് മുമ്പേ നേതൃത്വം ആവശ്യപ്പെട്ടതും അംഗങ്ങൾ നൽകിയതും 1 ലക്ഷം രൂപയാണ് എന്നതിന്റെ രേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടുകയുണ്ടായി. നയത്തിലെ ഇളവിനുള്ള സഹായമെന്ന നിലയ്ക്ക് 2.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് വിവാദമായപ്പോഴാണ് അത് കെട്ടിടം വാങ്ങാനെന്ന് പറഞ്ഞ് തലയൂരാനുള്ള അസോസിയേഷൻ നേതാക്കളുടെ നീക്കം. 2.5 ലക്ഷം ആവശ്യപ്പെട്ടുള്ള ബാർ ഉടമ നേതാവ് അനിമോന്റെ ഓഡിയോ വിവാദമായപ്പോൾ ഇളവില്ല എന്ന പണപ്പിരിവ് കെട്ടിടം വാങ്ങാനെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റിന്റെ വിശദീകരണം. തിരക്കഥ എന്ന പോലെ അടുത്ത ദിവസം അനിമോനും മലക്കം മറിഞ്ഞ് പണം ചോദിച്ചത് കെട്ടിടത്തിനാണ് എന്ന വിശദീകരണവും ഇറക്കി. എന്നാൽ ബാർ ഉടമകളുടെ സംഘടനയിലെ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് വന്ന സ്ക്രീൻഷോട്ടിൽ കെട്ടിടം ഫണ്ടിലേക്ക് നൽകേണ്ടത് 1 ലക്ഷം രൂപയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അനിമോന്റെ വിവാദ ഓഡിയോയിൽ പറയുന്ന ഇടുക്കിയിലെ സ്പൈസ് ഗ്രോ ഹോട്ടലിൽ ഉടമ കഴിഞ്ഞ ഡിസംബർ 21 ബാങ്ക് വഴി നൽകിയ പണത്തിന്റെ രേഖയാണിത്. ആ തുകയും 1 ലക്ഷമാണ്. എത്ര രൂപ പിരിഞ്ഞു കിട്ടിയെന്ന് നേതൃത്വം അറിയിച്ചിട്ടില്ല എന്നാണ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. വിവാദത്തിന് പിന്നാലെ പിരിഞ്ഞു കിട്ടിയത് 4.5 കോടി മാത്രമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. രജിസ്ട്രേഷന് 2.5 കോടി കൂടി വേണമെന്ന് പറയുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്ന് വായ്പയായാണ് തുക ആവശ്യപ്പെട്ടതെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. അനിമോന്റെ ഓഡിയോയിൽ പണം ആവശ്യപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ എല്ലാ അംഗങ്ങളോടുമാണ്. ഓഡിയോയിൽ കെട്ടിടത്തിന്റെ കാര്യം പറയുന്നതേയില്ല. കെട്ടിടത്തിനായി നേരത്തെ 1 ലക്ഷം നൽകിയവരോട് തന്നെയാണ് 2.5 ലക്ഷം കൂടി ആവശ്യപ്പെട്ടതെന്നാണ് വിവരം. ഇതിൽ 23-ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പല അംഗങ്ങളും നേതൃത്വത്തെ ചോദ്യം ചെയ്തിരുന്നുവെന്നും പല അംഗങ്ങൾ പറയുന്നു. പ്രത്യുപകാരമായി ആവശ്യപ്പെട്ട 2.5 ലക്ഷത്തിന്റെ വിവരം പുറത്തായതോടെയാണ് എല്ലാ കെട്ടിട ഫണ്ടിലേക്കെന്ന് പറഞ്ഞുള്ള തടിത്തപ്പൽ. വിവാദം മുറുകുമ്പോഴും കെട്ടിട രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് സംഘടനയുടെ നീക്കം. ഇനി കൂടുതൽ പിരിക്കാതെ ബാക്കി തുക സംഘടനയുടെ തനത് ഫണ്ടിൽ നിന്ന് എടുക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്.